ചീസ് വെച്ചിട്ട് ഞാനിട്ടുണ്ടോ അതിലുമ്മ ഇതിലെന്തൊക്കെയാണ് ഉമ്മ ചോദിക്കണണ്ടാ ഇന്നലെ ഉണ്ടാക്കിയ സാധനം ഉണ്ടാക്കണ്ടോന്ന് ഷോ ഞാൻ അറിയണം അപ്പൊ അതിന്റെ ടേസ്റ്റ് എന്തോരം ഉണ്ട് എന്നുള്ളത്. ഇന്ന് അത്താഴത്തിന് ഒന്നും തിന്നില്ല, ആകെ 2 പത്തിരി നിന്നിട്ട് നിൽക്കുന്നത്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ റമദാൻ 2 ആണ്. ഇന്നലെ ഇൻട്രോ എടുത്തത് ബാബുവാണ്. ഇന്ന് ബാബുവിന് ഭയങ്കര ക്ഷീണം. സത്യം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ നോമ്പിലൊന്നും പ്രശ്നമില്ലായിരുന്നു, ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നോമ്പ് കഴിഞ്ഞാൽ ഇന്നലൊക്കെ ഒന്ന് അടിച്ച് കിടന്നുറങ്ങിയ പോലെയായിരുന്നു. അമ്മ ആയിരിക്കും ഇറുക്ക് പിടിച്ച ആൾക്കാരെ മാതിരി നോമ്പ് പറഞ്ഞതിൻ്റെ ശേഷം ഞാൻ. അപ്പോൾ ഇന്ന് വലിയ ക്ഷീണമൊന്നുമില്ല, പക്ഷെ നോമ്പ് കഴിഞ്ഞിട്ട് നോമ്പ് പറഞ്ഞതിന് ശേഷം എന്തായിക്കാര അവസ്ഥ എന്നുള്ളതാണ് എനിക്ക് ആലോചിച്ചിട്ട് പേടി. അപ്പോൾ എന്തായാലും ഗായ്സ്, ഇന്ന് വന്നിട്ട് നമ്മൾ പത്തിരി ഒന്നും ഉണ്ടാക്കണില്ല, ഇന്ന് പൊറാട്ട ആക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇന്നലെ ഏറെക്കുറെ ഇമ്മാക്ക് ജലദോഷം പിടിച്ച് എനിക്ക് തൊണ്ടവേദന വന്ന് എന്ത് സംഭവിച്ചറിയില്ല, എല്ലാവർക്കും വെജായി. അപ്പോൾ പത്തിരി ഉണ്ടാക്കുന്ന ആൾ ഇന്ന് റെസ്റ്റിലാണ്, നിന്നെക്കൊണ്ട് ഒന്നിനും വയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് പൊറാട്ട വാങ്ങി കറി ഇമ്മ വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഒരു വീഡിയോയിലുള്ളത് ഞാൻ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും അതിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഉണ്ടാക്കി. അവരെത്തിയിട്ടുണ്ട്. എപ്പോഴും വിചാരിക്കണതാണ് കേട്ടോ ഇതൊന്ന് വെക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ബാബുവാണ് എനിക്കിത് കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് വെക്കാം. കാരണം ഞാൻ ഇസ്തിരി ഇടുമ്പോൾ എപ്പോഴും ഗതിയോട് പറഞ്ഞുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അയൺ ടേബിൾ വെക്കാനുള്ള മെയിൻ കാരണം അതുകൊണ്ട് നിൽക്കുന്ന ആളാണ്. പക്ഷെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ടേബിളിൻ്റെ ചില്ല് പൊട്ടിച്ചില്ലമ്മ, ഒരു ടേബിളിൻ്റെ ചില്ല് ഞാൻ പൊട്ടിച്ച്. ഒന്ന് പറഞ്ഞോട് എനിക്ക് ഐസ്തിരുന്ന സാധനം വാങ്ങിക്കൂടെ എന്നുള്ളത് ഇതും കൂടി പൊട്ടിക്കുമെന്ന് വിചാരിച്ചാണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം വെക്കാമെന്ന് വിചാരിച്ചത്. എങ്ങനെയുണ്ട് സാധനം? സൂപ്പർ. എന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് തള്ളിക്കോന്നില്ല, അത് ഫോൾഡ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളെ ഷൂഡനിൽ നിന്നാണ് നമ്മളത് സെറ്റാക്കിയിട്ടുള്ളത്, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരത് വന്നങ്ങാണ്ട് ഫിക്സ് ചെയ്യുന്നതാണ് ഇവിടെ. ഇപ്പോൾ ഇനിയിപ്പോൾ ബാബുവിന് വേണമെങ്കിൽ സ്ഥിരിടാം, ടേബിൾ പൊട്ടുമെന്നുള്ള പേടിയില്ലോ. അങ്ങനെ ഗൈസ്, നമ്മൾ അയൺ ടേബിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് നമുക്ക് സത്യത്തിൽ നല്ല യൂസ്ഫുള്ളാണ്. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അയൺ ചെയ്യുമ്പോൾ സ്ഥിരപ്പെട്ട് ഇങ്ങനെ വെക്കാം. പിന്നെ ഇത് യൂസ് ചെയ്യും, എനിക്ക് ഭയങ്കര പൊലിവ്. കാരണം ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ ഊരെടുക്കില്ല, സംഭവം സെറ്റപ്പ് കിട്ടാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താണെങ്കിൽ സാധനം വെക്കണം എന്നുണ്ടെങ്കിൽ, അതെ, നമ്മൾ ചൂടനിൽ നിന്നാണ് ഈ സാധനം ബുക്ക് ചെയ്തത്. ഒരു കേസും ഇല്ല, ഒരു വന്ന് ഇത് ഫിറ്റ് ചെയ്ത് ഒരു പോയി. 5ത്തെ കേസ്. കാരണം ഇത് മെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഇത് വാങ്ങാനുള്ള കാരണം തന്നെ നമ്മളെ ടേബിളുമ്മ വെച്ചിട്ടായിരുന്നു ഞാൻ ഇസ്തിരി ഇട്ടേച്ചിരുന്നത്. ഇവിടെ ഈ തല പൊട്ടി ചൂടുള്ള, എനിക്കറിയില്ലായിരുന്നു ഇസ്തിരിപ്പെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടുന്നുള്ളത്. ചൂട് തട്ടിയാലേ അങ്ങനെ ഒന്ന് പൊട്ടിയത് രണ്ടാമത് നമ്മൾ വാങ്ങിയതാണ്. എൻ്റെ അമ്മക്ക് ഞാൻ ഇസ്തിരി ഇടുമ്പോൾ ടിക് പൊട്ടലാണ്, ഇത് പിന്നെയും പൊട്ടുമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇനി മുതൽ ഞാൻ ഇതിലാണ് ഇസ്തിരി ഇടാൻ വേണ്ടി പോണത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണം അല്ലെങ്കിൽ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ഷൂഡനിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഇത് വരും. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മൾ എന്തായാലും ടേബിൾ വെച്ചു. ഇനി വേറൊരു ടേബിൾ കൊണ്ടുവന്നിട്ടുണ്ട് കിച്ചണിക്ക്, നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര കനം, ആ ടേബിള് മരത്തിനല്ല കനം കൂടുതലപ്പോൾ ഇത് ചെരിച്ചേണ്ടി വരും കേട്ടോ, അങ്ങനെ പോകൂലേ. നമ്മുടെ കിച്ചണിക്കുള്ള പുതിയ ടേബിളാണ് കേട്ടോ ഈ കാണുന്നത്, കണ്ടോ? ഈ കാലാണ് നമ്മൾ കൊടുന്ന ഈ ചില്ല് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇസ്തിരിപ്പെട്ടി വെച്ചുകാണ്ട് പൊട്ടിച്ച് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ്, ഒരു തുമ്പേ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് കിച്ചണിക്കുള്ള ടേബിളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇമ്മ അവിടെ എന്തോ ഒരു വികൃതപ്പണിയിലാണ്, എന്താണെന്ന് അറിയില്ല. എന്താ അമ്മ പണി അവിടെ? ഇപ്പേരിയോ? എന്തിനാ ഇപ്പേരി? വെളിച്ചകക്കോ? ഓ, ഉപ്പേരി ഉണ്ടാക്കണം. എന്തിൻ്റെ ഉപ്പേരിയാണ്? തേങ്ങ മാത്രമായിട്ടുള്ള ഉപ്പേരി? അവിയലാ? അവിയലാ? തട്ടിക്കൂട്ടാവില്ലേ? കുറച്ച് മുരിങ്ങാക്കായി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കേട് വരുത്തണ്ട, അത് കിട്ടിയപ്പോഴേ ഇത് ഉമ്മ പറയുന്നുണ്ട്, ഈ മുരിങ്ങാക്കായി നോമ്പുകാലത്ത് കാട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അത് വെച്ച് തക്കരത്തിന് അത്താഴത്തിന്
നമ്മൾ അവയിൽ ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ വേദിയിൽ സുനിൽ ബാബു അവർ എത്തിയിരിക്കുകയാണ്. വയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കിന്ന് ഉണ്ടാക്കാനുള്ള സാധനത്തേക്കുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഒരു ഡിഷ് നമ്മൾ കുറച്ച് സ്വീറ്റ് ആയങ്ങാണ്ടും ഒരു ഡിഷ് നമ്മൾ കുറച്ച് എന്തൊക്കെയോ ഒരു ചോയ ആയങ്ങാണ്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഫസ്റ്റത്തെ ഡിഷ് വന്നിട്ട് ഒരു പഴം, ഒരു പോള അങ്ങനെയൊക്കെ ആണെങ്കിൽ വിളിക്കാം. കാണാൻ ലുക്കാണ്, പേരെനിക്ക് കറക്റ്റ് അല്ല. പിന്നെ പറഞ്ഞിട്ടുണ്ട് സത്യത്തിലെ റെസിപ്പി നമ്മളെ ഇൻസ്റ്റ ആൻഡ് യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പഴമുണ്ട്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതേപോലെ തന്നെ തേങ്ങ, 4 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ പാലുണ്ട്, പിന്നെ പഞ്ചസാര, ഏലക്ക ഇവിടെ പൊടിച്ചതില്ലാത്തതുകൊണ്ട് ഏലക്കൻ്റെ കുരു ഞാൻ എടുത്ത് എല്ലാതേക്കിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. ബാബുവിന് വയ്യ എന്ന് പറഞ്ഞത് കൊണ്ടും വീഡിയോ എടുക്കാൻ ആളില്ലാത്തത് കൊണ്ടും എന്നും ഞാൻ പറയില്ല. അവനെ കൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇടിപ്പിച്ചു, കാരണം കുറച്ച് താളിപ്പാണ് മൂപ്പരാൾ. അപ്പോൾ മുട്ട പൊട്ടിച്ച് വയ്ക്കണം ഇതിക്ക്. ഇനി നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ നമുക്ക് മുട്ടേൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതൊക്കെ ഒരു പണിയില്ല. എനിക്കൊക്കെ ടോൺസസ് വന്ന് 2 ഭാഗം തൂങ്ങിയിരിക്കണം, ഒരു പ്രശ്നമില്ല, എന്നാലും ബജ്ജലം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഒരു മുട്ടേൻ്റെ ബാറ്റർ ഉണ്ടാക്കണം. മുട്ട 4 പൊട്ടിച്ച് വയ്ക്കുക, അതിൽ കുറച്ച് പാലൊക്കെ വെച്ച് അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ്. എനിക്ക് പൂതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഷെഫുമാരും പോലെ നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ഇങ്ങനെ വെച്ച് തരിക, ഉണ്ടാക്കൽ മാത്രം. പക്ഷെ അത് നടക്കില്ല, രണ്ടുമാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. ഇതിന് പേരില്ല, ഞാൻ ഉണ്ടാക്കണ ഒരു മുതലിന് പേരില്ല, പക്ഷെ തിന്നാ അടിപൊളി. കാരണം എൻ്റെ അമ്മ ചോദിക്കണേണ്ടാ ഇന്നലെ ഉണ്ടാക്കിയ സാധനം ഉണ്ടാക്കുന്നുണ്ടോന്ന്. ഷോ നിങ്ങൾ അറിയണം അപ്പം അതിൻ്റെ ടേസ്റ്റ് എന്തോരം ഉണ്ട് എന്നുള്ളത്. ഒരുപാട് അങ്ങ് ഉണ്ടാക്കല്ലേ. ഇമ്മ ആ സാധനം ഉണ്ടാക്കണില്ലേന്ന് സംഭവത്തിന് ആ ഒരു റോളിന് ആണോ. സത്യത്തിൽ കട്ട്ലേറ്റ് ഈസ് വെരി വെരി സ്വീറ്റ് ആൻഡ് ടേസ്റ്റി. എൻ്റെ കട്ട്ലേറ്റിന് തിന്നോരൊക്കെ നല്ല ഫാൻസാ, തള്ളാന്ന് വിചാരിക്കരുത്. ഇൻഷാ അല്ലാ. പത്തിരി ഉമ്മാനോട് ചോദിക്കണം. ഉമ്മാൻ്റെ പത്തിരി ഭയങ്കര സോഫ്റ്റ് ആൻഡ് തിന്നാൻ ഭയങ്കര ഒരു തുണി പോലെയാണ് ഉമ്മാൻ്റെ പത്തിരി, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ റെസിപ്പി ഉമ്മനെ തരണം. തുണി തിന്നാലെന്നല്ല, തുണി പോലെയാണെന്നാണ് പറഞ്ഞത്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ 4 കോഴിമുട്ട ഇതിക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ള റെസിപ്പി ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഒരു പ്രത്യേക സൈസ് റെസിപ്പിയാണ്. തിന്നപ്പം തിന്നാ പൊയ്യണ്ടരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇന്ന് കട്ട്ലേറ്റ് അല്ല, കട്ട്ലേറ്റിന് വേറൊരു സാധനമാണ്. നമ്മൾ ചീസൊക്കെ ഫുള്ളായിട്ടുള്ള സാധനമാണ്. സമൂസ ഇല്ല, സമൂസ അത് ചിക്കൻ്റെ വേറൊരു സാധനം ഉണ്ട്. സമൂസ വേണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇപ്പം എന്തെങ്കിലും തിന്നാ പോരെ നിങ്ങൾക്ക്. നമ്മൾ ചീസൊക്കെ ഫുള്ള് ചെയ്തുള്ളൊരു സംഭവം വെറൈറ്റി ആയിട്ട് ഇറക്കുന്നുണ്ട്. വൈരിവ് ഉണ്ടാക്കാന്നല്ല, വൈരിവ് തിന്നണം. പാൻ അടുപ്പത്ത് വെച്ചുകൊണ്ട് ഒരുപാട് ടൈമില്ല, കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാം. ഫുൾ റെസിപ്പി ഒന്നും ഉണ്ടാവില്ല, ഞാൻ എന്നാലും ഒരു രസത്തിന് ഇങ്ങനെ എടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ പഴം ഇട്ട് കൊടുക്കുന്നത് വെച്ച് പഴം ടേസ്റ്റ് കൂടും. ഒന്നും കൂടി ഈ ഒരു തേങ്ങ ഇട്ട് കൊടുക്കാം, പഞ്ചസാര. ഇതൊക്കെ ഉണ്ടാക്കണതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയന്മാരുണ്ടാവും അപ്പുറത്ത് ഇതിൻ്റെ വീഡിയോ കാണുക. ഞാൻ ചെന്നാലേ ഓർക്ക് ഇതേമാതിരി ഓരോന്നും ഉണ്ടാക്കി കൊടുക്കലുള്ളൂ. വിളിക്കുന്നുണ്ട് ഇപ്പം തന്നെ, കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കണം അത് ഇതും പറഞ്ഞാണ്ട്. എന്തായാലും 2 ദിവസം കഴിഞ്ഞ് ഞാനും പോവും. ബിന്ദി വരും നിൽക്കാൻ, അപ്പോൾ ഞാനും പോവും. ഇതിക്കുള്ള ഫില്ലിങ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ നോമ്പുള്ള ടൈമിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടിങ്ങിലിട്ട് ഈ ഒരു എനർജി ഉണ്ടാവുമല്ലോ. എന്ത് ഇല്ല, ഡയറ്റ് നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റ് വിട്ടിട്ട് തിന്നാൻ കൊടുക്കില്ല. ഇതാണ് കേട്ടോ ഫില്ലിങ്. അത് അത്തായത്തിന് ഇന്ന് അത്തായത്തിന് ഒന്നും തിന്നില്ല, ആകെ 2 പത്തിരി നിന്നിട്ട് നിൽക്കണത്. കറണ്ട് വന്ന് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഫുള്ളായിങ്ങാണ്ട്. അപ്പം നമ്മളിത് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിക്കട്ടോ. നമ്മൾ അടുത്ത് ഉണ്ടാക്കാണ്. മറ്റേ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ചാണ്. ഇത് എന്താ പറയുക, ചില്ലി ഫ്ലാക്സ് ഉണ്ട്, ചിക്കന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു മുളക്. ഇതിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്യണം. താൻ കൈ കഴിക്കിട്ടില്ലടോ, കഴിച്ച് മറിക്കുന്നില്ലല്ലോ. പണിയില്ല, ഞാനാണെങ്കിൽ ഫുള്ളിൻ്റെ അങ്ങനെ ഫുള്ള് നടക്കണേ. എന്താ ചെയ്യാൻ പറയണ്ടോ, ഷോർട്ട് എടുത്താൽ മതി.
പഠിച്ച് നമ്മൾ പഠിക്ക കഴിവുകളുണ്ടോ എൻ്റെ അടുത്ത് നല്ല കഴിവുണ്ട്, ഞാൻ പിന്നെ പുറത്തേക്ക് അധികം എടുക്കാത്തത്. വല്ലാതെ കുറച്ച് കണ്ടാ അതല്ല, നീ ഒരു കൈവേര് തന്നെയാണ്. സത്യം നീ ഒരു കഴിവ് കൊടുത്തു. ഞങ്ങൾ നോമ്പ് പറഞ്ഞു, പക്ഷെ സംഗതി ഫുള്ള് പണി ചെയ്തില്ലോ. സാധനമൊക്കെ അവിടെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി എത്താണ്ട്, ഓളെ കുറച്ച് ഐറ്റംസ് എത്താണ്ട്. അടുത്ത ഡിഷ് നമുക്ക് എങ്ങനെ നോക്കട്ടെ. എന്താ പാടത്ത് മറ്റേ ട്രാക്ടർ കൂട്ടിയതിലോ ഞാൻ മറിച്ചിട്ടില്ല. എനിക്കറിയാ, എനിക്ക് ഞാൻ കോളാക്കൂല. വീഡിയോ എടുത്തന്നാ അതൊക്കെ പറഞ്ഞല്ലേ തന്നെ അതിന്റെ മൂട് പൊട്ടിയിട്ട് പിരാന്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പറ്റൂലോ അവൻ കണ്ടടോ. ഇതാ അതോ കരിഞ്ഞല്ല, മറിച്ചിടണോ എനിക്കറിയില്ല. ഇത് നമ്മളിതൊക്കെ കുറെ കണ്ടതാണ്. ചീസ് ചീസ് ഫുൾ ചീസ്. ഇതില് ചീസ് വെച്ചിട്ട് ഞാൻ ഇട്ടോ. അതിലുമ്മ ഇതിലെന്തൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം എന്തായാലും സെറ്റായിട്ട്, പക്ഷെ അടി പിടിച്ച് ചെറുതായിട്ട്. മറ്റേത് എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട് മാ? ശരിയാ, ഇതും രസം ഉണ്ടാവും, പക്ഷെ ചെറുതായി അടി പിടിച്ചിട്ട്. പിന്നെ നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്, ഈ പാത്രം ഞാൻ കൊടുത്തതല്ല. കമൻറ്റിൽ ആ അമ്മായിമാർക്കൊരു പാത്രം നല്ല കൊടുത്തൂടെന്ന് പറയരുത്. മൂപ്പർ ആ സ്വന്തം ഇഷ്ടപ്രകാരം ഇരുന്ന് തിന്നുന്നതാണ്. ആണേ ഓക്കെ, അപ്പോൾ ഞാൻ കഴിക്കട്ടെ ഗൈസ്.